രാജേന്ദ്രൻ പന്തളം, അതായത് PM നിയാസിന് മാത്രമല്ല, PM നിയാസിന്റെ വ്യക്തിപരമായ വിഷയമല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ വിഷയമല്ല. PM നിയാസിന് മാത്രമല്ല, KC വേണുഗോപാലിന് തോന്നുന്നുണ്ട്, VR അനൂപിന് തോന്നുന്നുണ്ട്, കോൺഗ്രസ്സുകാരിലെ വലിയൊരു സംഘത്തിന് തോന്നുന്നുണ്ട്, കോൺഗ്രസ്സുകാരുടെ വക്കീലന്മാരുടെ സംഘടനയ്ക്ക് തോന്നുന്നുണ്ട്. അതാണ് നേരത്തെ PK ഗോപൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിന് കുടപിടിക്കാൻ ചില വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് എന്നതിൻ്റെ ധൈര്യം കൂടി മുഖ്യമന്ത്രി VD സതീശൻ പ്രതിഫലിക്കുന്നു. പക്ഷേ മുറം കൊണ്ട് സൂര്യനെ തടുക്കാനാകില്ല, വസ്തുതകളെ ആ അർത്ഥത്തിൽ മറച്ചു പിടിക്കാനാകില്ല. ശ്രീ രാജേന്ദ്രൻ പന്തളം. തീർച്ചയായിട്ടും ഞാൻ ഒട്ടും രാഷ്ട്രീയ താല്പര്യം കൂടാതെ തന്നെ നമ്മുടെ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു കാര്യം പറയും. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നേരത്തെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന മാവോ സെ തൂങ് പറഞ്ഞൊരു കാര്യം, എലിയെ പിടിക്കുമെങ്കിൽ നമ്മൾ പൂച്ചയുടെ നിറം നോക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടന പറഞ്ഞു, ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചു, ഞങ്ങളെ എന്താ ആക്കാത്തത് എന്നുള്ള പരാതി അവരിൽ നിന്ന് വന്നു. സ്വാഭാവികമാണ്, അവർക്ക് ഈ പോസ്റ്റുകളിൽ ഇരിക്കണം. പക്ഷേ നമ്മൾ എന്താണ് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേ ഗവൺമെന്റിന് വേണ്ടി കേസുകൾ ജയിക്കുകയും കഴിഞ്ഞ കുറെ കാലങ്ങളിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭരണകാലത്ത് പിടിപ്പുകേട് കൊണ്ട് ഈ കോൺസൽമാരുടെ പിടിപ്പുകേട് കൊണ്ട് എത്ര കേസുകളാണ് സ്വകാര്യ വ്യക്തികളോട് നമ്മൾ തോറ്റു കൊടുത്തിരിക്കുന്നത്? എത്ര കോടിയുടെ മണ്ണും പണവുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? അതിന് സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തുന്ന വക്കീലന്മാർ മാത്രമേ പ്രാഗൽഭ്യമുള്ളവരുള്ളൂ. കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തുന്ന വക്കീലന്മാരിൽ പ്രാഗൽഭ്യമുള്ളവരില്ലേ? ശ്രീ രാജേന്ദ്രൻ പന്തളം, എന്തൊരു വിചിത്രവാദമാണ്. പക്ഷേ ഒറ്റ ചോദ്യം അവസാനമായി, അതായത് അത് എഫിഷ്യന്റും പ്രൊഫഷണലുമായിട്ടുള്ള ഒരു വക്കീലാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മൾ അവിടെ നോക്കേണ്ട, ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഗവൺമെന്റ് കേസ് ജയിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. ഈ ജയചന്ദ്രൻ സാർ വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ്, അതൊരു ഘടകമല്ലേ? നമ്മൾ കേസെല്ലാം തോറ്റു കൊടുക്കണം? നമുക്ക് കേസിനെ പറ്റി പഠിക്കാതെ പോയി വാദിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെയാണോ? നമ്മളൊരു പ്രൊഫഷണലിസം ഇതിൽ കൊണ്ടുവരണ്ടേ? രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് നഷ്ടപ്പെടില്ലേ? ജയചന്ദ്രൻ സാറിന് അറിയായിരിക്കും, അത് അദ്ദേഹത്തിന് സമ്മതിക്കാൻ കഴിയില്ല. ഇത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ മറ്റൊരു കാര്യം കൂടെ നോക്കൂ, എഫിഷ്യൻസിയുടെ കാര്യം വെച്ച് തന്നെ പറയാം. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ ആണല്ലോ, സബ്ജക്ട് ടു കറക്ഷൻ. അദ്ദേഹത്തിന്റെ നിയമനത്തെ പറ്റി ഏതെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? അദ്ദേഹം CPM കാരൻ തന്നെയാണ്, പക്ഷെ അത് വെച്ചൊരു രാഷ്ട്രീയ ആരെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹം സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള MP-യുടെ സഹോദരനാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നതിൽ ആരും അഭിപ്രായ വ്യത്യാസം പറയില്ല. കാരണം എന്താണ്? അദ്ദേഹം അത്രമാത്രം കഴിവുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതുപോലെ കഴിവുള്ളവർ വരട്ടെ. രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എലിയെ പിടിക്കുകയില്ല. അതിന്റെ നഷ്ടം ഈ അതായത് താങ്കൾ ഈ വിഷയങ്ങളെ ഒരു ഗവൺമെന്റ് പ്ലീഡർ എന്ന അർത്ഥത്തിൽ ഉള്ള സാങ്കേതികത്വത്തിലേക്ക് മാത്രം ചുരുക്കുകയാണ്. എന്തുകൊണ്ട് SIR നടപ്പാക്കാൻ ഉത്സുകത കാട്ടിയ ഖേൽക്കറെ, അതായത് സുവേന്ദു അധികാരിയുടെ മാതൃകയിൽ, ബംഗാളിലെ BJP മുഖ്യമന്ത്രിയുടെ മാതൃകയിൽ ആ കേൽക്കറെ തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി മാറ്റുന്നു? ഒന്ന്, ശേഷാദ്രിനാഥൻ എന്ന ആളിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി സർക്കാർ ശുപാർശ ചെയ്യുന്നു. ആ ഫയലിൽ ഡിജിറ്റൽ ഒപ്പായി ദ്രുതഗതിയിൽ ധൃതി പിടിച്ച് ഗവർണർ ഒപ്പിടുന്നു. മനസ്സിലാക്കണം താങ്കൾ. പിന്നീടാണ് ഓരോ ഘട്ടങ്ങളിലും വരുന്ന ഈ മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ്, നോക്കൂ, കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ സർക്കാർ നോമിനേറ്റ് ചെയ്ത പട്ടികയിൽ ഒന്നാമൻ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആൾ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അതാണ് ഇപ്പോൾ ഈ DS ശരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ പോക്കിൻ്റെ രാഷ്ട്രീയമാണ് വായിച്ചെടുക്കുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാർക്കാർക്കും പ്രൊഫഷണൽ മികവില്ല, അതുകൊണ്ട് മികവുള്ള സംഘപരിവാറിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നതിൽ എന്താണ് കുറ്റമെന്ന് താങ്കൾ ചോദിക്കുന്നു. ആ സാങ്കേതികത്വത്തിലേക്കല്ല കാര്യങ്ങളെ ഒതുക്കേണ്ടത്. ഞാനാണ് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. ഇതിനകത്ത് സ്ഥിരമായിട്ട് ഒരു രാഷ്ട്രീയം കടന്നു വരുന്നുണ്ടെങ്കിൽ, സംഘപരിവാർ പ്രേമം ഈ നിയമനങ്ങളിലെല്ലാം പൊതുധാരയായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDF അത് തോന്നുന്നില്ല ഇപ്പോഴും.
ഇത് ഞങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് അത് തോന്നുന്നില്ല? തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ചെങ്കിലല്ലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്നുള്ളത് സ്ഥാപിതമാണെങ്കിൽ